ക്ലെയിമും ബന്ധനവും ഒന്ന് തന്നെയാണോ? ചോദിച്ചത് വ്യക്തമായില്ല. ഈ ക്ലെയിം എന്ന് പറയുന്നതും ബന്ധനം എന്ന് പറയുന്നതും രണ്ടാണോ അതോ ഒന്ന് തന്നെയാണോ? രണ്ടായിട്ട് വരും. രണ്ടിലും ബന്ധനമാണ്. ക്ലെയിം എന്ന് പറയുന്നത് നമ്മൾ സാത്താന് അല്ലെങ്കിൽ അന്ധകാര ശക്തിക്ക് ഒരു വസ്തുവിൻ്റെ മേൽ അവകാശമുണ്ട്. അപ്പം ആ വസ്തു എന്ന് പറയുന്നത് ചിലപ്പം മന്ത്രവാദ തകിടായിരിക്കാം, അല്ലെങ്കിൽ സാത്താൻ ആരാധകർ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തുക്കളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും പൂജിച്ച അന്ധകാരത്തിന് വിലയായി കൊടുത്ത എന്ന് വെച്ചാൽ നേർച്ചയായിട്ട് കൊടുത്തത് അങ്ങനെയുള്ളതായിരിക്കാം. അത് നമ്മൾ നമ്മുടെ രക്ഷയ്ക്കായിട്ട് വീട്ടിൽ കൊണ്ടുവെക്കുമ്പോൾ അത് അവൻ്റെതാണ്. അപ്പോൾ ആ അവകാശത്തെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. ബന്ധനം എന്ന് പറയുന്നത് അതല്ല. ബന്ധനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സാത്താൻ തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ, ഇത് വസ്തുവിലൂടെയല്ലേ, ആ മനുഷ്യനെ തന്നെ ബന്ധിച്ച് കെട്ടി നിർത്തുന്നതിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലെയിമും ബന്ധനവും തമ്മിൽ ഇത്ര ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ചെറിയ ഒരു വഴിയുണ്ട്. അപ്പോൾ ക്ലെയിം എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ ക്ലെയിം വസ്തുക്കൾ, സാത്താൻ്റെ ക്ലെയിം ആയിട്ടുള്ള വസ്തുക്കൾ ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി ബന്ധനമോചനം നടന്നാലും, ആ ഒരു പേഴ്സണൽ ഒരു വ്യക്തിക്ക് ബന്ധനമോചനം നടന്നാലും ഈ ക്ലെയിം ഈ വീട്ടിൽ ഇരിക്കുന്നത് കാരണം സാത്താൻ്റെ സാന്നിധ്യമോ ഉപദ്രവോ അവിടെ വിട്ട് പോകണമെന്നില്ല. ഈ ക്ലെയിമും കൂടെ എടുത്ത് നശിപ്പിച്ചാലേ പോത്തുള്ളൂ. അപ്പം അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ ഈ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പേർ വന്നിട്ട് 50,000 രൂപ അന്നത്തെ കാലത്ത്, ഇന്നത് മില്യൺ രൂപ വരും വില വരുന്ന മന്ത്ര ഉപകരണങ്ങളായിരുന്നു അന്ന് അവർ നശിപ്പിച്ച് കളഞ്ഞത്. അതെന്താ? അത് വീട്ടിൽ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിൻ്റെ അകത്ത് അതിരിക്കാൻ പാടില്ല. അതിൻ്റെ അകത്ത് ക്ലെയിമുണ്ട്. അപ്പൊ ഇത് നമ്മുടെ സാമ്പത്തികമായിട്ട് മേഖലയിലും ഈ നമ്മളിപ്പോൾ ഒരു കാര്യം, അതായത് സാമ്പത്തികമായ മേഖലയെ ബാധിക്കുമെന്നാണോ ചോദിച്ചത്? അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് സാമ്പത്തിക ഉയരാൻ വേണ്ടിയിട്ടാണ് സാത്താൻ്റെ അടുക്കൽ പോയി, പിന്നെ സാത്താൻ്റെ അടുക്കിലേക്ക് നമ്മൾ പോകുന്നില്ല എന്ന് വെച്ച് കഴിയുമ്പോൾ നേരെ തിരിഞ്ഞിട്ട് ആ സാമ്പത്തികം മൊത്തവും പിന്നെ പ്രശ്നമായിട്ട് അവൻ അതിനെ മൊത്തം നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും, തകർത്ത് കെട്ടാൻ നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലെയിമും ബന്ധനവും ബോണ്ടേജും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ക്ലെയിം കഴിയണം, ബോണ്ടേജ് കഴിയണം. സാത്താൻ്റെ അവകാശവും നമ്മൾ നശിപ്പിക്കണം, സാത്താൻ്റെ ബന്ധനവും നശിപ്പിക്കണം. എന്നാലും ഒരു വ്യക്തിക്ക് വിടുതലുണ്ടാകത്തുള്ളൂ.